ശ്രീ ടി എൻ പ്രതാപൻ, ഇവിടെ CPM-ന് മാത്രം എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചു മുമ്പ് ഞങ്ങളോട് വി എസ് സുനിൽകുമാർ പ്രതികരിച്ചിരുന്നു. CPI വലിയ അതൃപ്തിയിലാണ്. പക്ഷേ CPM എന്തുകൊണ്ടായിരിക്കും ഇതിലൊന്നും ഒരു തീരുമാനത്തിലേക്കോ നിലപാടിലേക്കോ പോകാതിരിക്കാനുള്ള കാരണം? CPM നിലപാടിലേക്ക് പോകാതിരിക്കാൻ കാരണം CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടായിരുന്നു. ആ ഡീലിന്റെ ഭാഗമായി തന്നെയാണ് മേയറെ സുരേഷ് ഗോപിയുടെ കൂടെ അഴിച്ചുവിട്ടത്. ആ ഡീല് നേരത്തെ ആരംഭിച്ചതാണെന്ന് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത്, CPI അല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഡീല് തുടങ്ങി. ആ ഡീല് RSS നേതാക്കന്മാരെ കണ്ടത്, അതേ 2 തവണ ADGക്ക് RSS നേതാക്കന്മാരെ കണ്ടത്, തൃശ്ശൂർ പൂരം കിടക്കിയത്. അതിന് മുമ്പ് തന്നെ മേയറുമായി ധാരണ ഉണ്ടാക്കി. മേയറെ സുരേഷ് ഗോപിയെ മേയറുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ഈ സാഹചര്യമുണ്ടായി. മേയറുടെ തന്നെ മേയർ CPM-ന്റെ കീഴിലാണ്. CPM പിന്നെ കോൺഗ്രസ് റിബലായി മത്സരിച്ചാൽ കോൺഗ്രസ് പുറത്താക്കിയപ്പോ മേയർ ആക്കാൻ വേണ്ടി എടുത്തു. ഒരു ഭാഗം വലിയ ഡീല് നടന്നപ്പോ മേയറെയും ഉപയോഗപ്പെടുത്തി. ഇത് നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ പ്രതാപൻ, താങ്കൾ ഇപ്പൊ കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്നത്, ഇത്തരത്തിലൊരു ഡീൽ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ അറിയുന്നത്, സുനിൽകുമാറിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറയുന്നു. പക്ഷേ ഇനിയുള്ള പ്രചാരണവും ഇനിയുള്ള പ്രവർത്തനവും ഒക്കെ വർഗീസിന്റെ ഇത് BJP-ക്ക് വേണ്ടിയാകും, ഇല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അത്തരത്തിലായിരിക്കും പ്രവർത്തനം, ഒരു പാർട്ടി മാറ്റത്തിലേക്ക്, മുന്നണി മാറ്റത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കോൺഗ്രസ് അറിയുന്നുണ്ടോ? മേയർ വർഗീസിനെ BJP നേരത്തെ പർച്ചേസ് ചെയ്തു. ആ BJP ഡീല് പർച്ചേസ് ചെയ്തത് ഇവിടെ അനുഭവമാണ്. ചെയ്തത്